MTN News, മലയാളം ടെലിവിഷൻ നെറ്റ്വർക്ക്. പങ്കെടുക്കുകയാണ്. കേരള ഗവൺമെൻറ്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ്, ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല വളരെ വലിയ ഒരു ഇനീഷ്യേറ്റീവിനാണ് ലീഡർഷിപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, ഇന്നലെയൊക്കെയായി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ ദിനം ആചരിക്കുന്നുണ്ട്. ലഹരി മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഈ യുഗത്തിലെ ഒരു ദുരന്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെതിരായി ഉള്ള ക്യാമ്പയിൻ ലോകം മുഴുവനുള്ളതാണ്. പക്ഷേ ഇവിടെ പുതിയ ഗവൺമെൻറ് അത് വലിയ ഒരു പരിപാടിയായി ഏറ്റെടുത്ത് നടത്തുന്നതിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന റിസൾട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ബോധവൽക്കരണവും ഇവിടെ നടന്ന ബോധവൽക്കരണവും അതേപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റും ഒക്കെ ഒരുമിച്ച് നടത്തി നമ്മൾ ഈ സംസ്ഥാനത്തെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കും. യാതൊരു സംശയവും വേണ്ട. ദൃഢനിശ്ചയം ചെയ്ത ഒരു മൂവ്മെൻ്റായി അത് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു. ആഭ്യന്തര വകുപ്പ് അതിന് ലീഡർഷിപ്പ് കൊടുക്കുന്നു. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കും എന്നുള്ള തീരുമാനം ഒരു വലിയ വ്യാപകമായിട്ടുള്ള ആശങ്ക പല സംഘടനകൾക്കുണ്ട്. ലീഗിന്റെ അഭിപ്രായം എന്താണ്? അല്ല, ലീഗിൻ്റെ അഭിപ്രായമല്ല, ഞാനിപ്പോൾ ഗവൺമെൻറ് കാര്യം തന്നെ പറയാം. ഈ പുതിയ ഗവൺമെൻറ് ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സംഗതികളൊക്കെ അതിൻ്റെയൊക്കെ പിതൃത്വം കഴിഞ്ഞ ഗവൺമെൻറ്റിന് ഉള്ളതാണ്. കാരണം ഗവൺമെൻറ് ഇപ്പോൾ ഒരു പുതിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, പഴയ പല തീരുമാനങ്ങളുടെയും കണ്ടിന്യൂവേഷൻ ചില ഭാഗങ്ങളൊക്കെ അതിൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഒരു സമീപനം, അതുപോലെ തന്നെ UDFൻ്റെ, കോൺഗ്രസിൻ്റെ, ലീഗിൻ്റെ ഒക്കെ ഒരു നയം വളരെ വിശദമായി പഠിച്ചതിന് ശേഷം ഞങ്ങൾ ഇനി പറയും. അതാണ് ഞങ്ങളുടെ നയം. കാരണം ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം ഭരിച്ച ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. ഇപ്പോൾ ടാക്സിൻ്റെ ഫയൽ അതിവേഗം സഞ്ചരിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ബഹുദൂരം മാസങ്ങളോളം സഞ്ചരിച്ചാണ് ഈ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അതിൻ്റെ സഞ്ചാരപാത നിങ്ങളെല്ലാവരും പുറകോട്ടൊന്ന് നോക്കണം. വളരെ ദൂരം സഞ്ചരിച്ചാണ് അത് എത്തിയിരിക്കുന്നത്. ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ തലേന്ന് ബഡ്ജറ്റിൽ പ്രസംഗിക്കാൻ വേണ്ടി ഒരു മാസമായിട്ടുള്ള ഒരു ഗവൺമെൻറ്, അതിൽ 15 ദിവസമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ സ്പീഡിൽ പോയത് മാത്രമേ ഇപ്പോൾ വലിയ കാര്യമായിട്ട് പറയുന്നുള്ളൂ. പക്ഷേ ആ ഫയലുകളൊക്കെ ബഹുദൂരം സഞ്ചരിച്ച് അനവധി കിലോമീറ്ററുകൾ താണ്ടി ഇവിടെ എത്തിയതാണ്. അത് നല്ല സ്പീഡിലാണ് പോകുന്നതൊക്കെ. അങ്ങനെ വന്ന കാര്യങ്ങളൊക്കെ പുതിയ ഗവൺമെൻറ് മുമ്പിൽ വരുമ്പോൾ പിന്നെ അത് ചിലപ്പോൾ ബഡ്ജറ്റിൽ പ്രതിഫലിച്ചു എന്ന് വരും. ഉദ്യോഗസ്ഥന്മാരൊക്കെ പഴയത് തന്നെയാണല്ലോ. IAS ഉദ്യോഗസ്ഥന്മാരൊക്കെ എല്ലാവരും പഴയത് തന്നെയാണ്. പക്ഷേ പുതിയ ഗവൺമെൻറ്റിന് ആ വക കാര്യങ്ങൾ, ഇപ്പോൾ ടാക്സ് ആയാലും ബാക്കി എന്തായാലും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അതാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിച്ച് പറയും എന്ന് പറഞ്ഞു. തങ്ങൾ എഴുതിയ ലേഖനത്തിൽ തന്നെ പറയുന്നത് ബഡ്ജറ്റിൽ അത്ര നികുതി നിശ്ചയിച്ചത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത്. അല്ലേ, നിങ്ങളിപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച എന്നുള്ളവർക്ക് അതിനോട് പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കുക. വളരെ ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഡൈവേർട്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് പഴയ സമയം മുതൽ വന്ന ഒരു ഫയലിൽ ഒരു ടാക്സ് പ്രൊപ്പോസൽ വന്നു എന്ന് കരുതി അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ത് വേണം എന്നുള്ളത് UDFും അതുപോലെ തന്നെ ഗവൺമെൻറ്റൊക്കെ ആലോചിച്ച് തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. അത് അവസാന വാക്കാണ്. PM ശ്രീ എങ്ങനെയായി
കൊണ്ടോട്ടി, പേരാമ്പ്ര, മഞ്ചേരി, ചെമ്മാട്.